കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട് കാലം ദൈവസന്നിധിയിൽ നിന്ന് എത്ര പേര് സന്തോഷം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിച്ചാട്ടെ. ഈ സഭയോടും ദൈവദാസനോടും ഞാൻ എന്റെ ക്ഷമയെ അറിയിക്കുന്നു. തക്ക സമയത്ത് എത്തുവാൻ കഴിഞ്ഞില്ല. കാരണം ഹല്ലേലൂയ, ഒരു പ്രതീക്ഷിക്കാത്ത നിലയിൽ കാലത്ത് തന്നെ ഒരു പേഷ്യന്റ് വന്നേക്കാം. ഹല്ലേലൂയ, ദൂരെ നിന്ന് അവർ വന്നു. ഞാൻ പറഞ്ഞ ടൈം തെറ്റിച്ച് അവരെന്ത് ചെയ്തു, 1 മണിക്കൂർ അങ്ങ് വൈകി. അത് സത്യം പറഞ്ഞ മറ്റൊരു തരത്തിൽ എനിക്കൊരു സാമ്പത്തിക നന്മയാണെങ്കിൽ പോലും അതൊരു പിശാചിന്റെ കെണിയായിട്ടാണ് എനിക്ക് ഞാനത് എടുക്കുന്നത്. അതുകൂടാതെ 10 മിനിറ്റ് ഗൂഗിൾ മാപ്പ് എന്നെ പറ്റിക്കും. ഒരു കാര്യം ഉറപ്പാ, ഹല്ലേലൂയ, പിശാചിനൊരു എതിർപ്പുണ്ട്. ഹല്ലേലൂയ, ഒരു ദൈവദാസൻ ഒരു സഭയിൽ പോകുമ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവൻ ലിമിറ്റഡ് ആക്കി കളയും. അവിടെ നടക്കേണ്ട വിടുതൽ നടക്കാതിരിക്കാൻ വേണ്ടി ചില ചലഞ്ചസ് നമ്മുടെ മുമ്പിൽ വരും. ഹല്ലേലൂയ, ഞാൻ 2 മാസമായിട്ടുള്ളൂ നാട്ടിൽ വന്നിട്ട്. കഴിഞ്ഞ കുറെ കാലങ്ങൾ മറ്റ് പല പ്രദേശങ്ങളിൽ കുടുംബമായി ഞങ്ങൾ ഒരു 8 കൊല്ലം മുന്നേ കർത്താവിന്റെ വേലയ്ക്കായി ദൈവം വേർതിരിച്ചതാണ്. മറ്റ് ഭൂഖണ്ഡത്തിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് പോയി കടന്നിട്ടുണ്ട്. കർത്താവ് ആ നിലയിൽ ഞങ്ങൾ ഉപയോഗിച്ചു. ഞാൻ എൻ്റെ വീട് വന്നിട്ട് പുളിയനത്താണ്. എൻ്റെ പേര് ഡോക്ടർ ജീസ് എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നൊക്കെ കർണാടകയിലാണ്. ഹല്ലേലൂയ, ലൈറ്റ് ഓഫ് ലൈഫ് കൺവെൻഷനിൽ വെച്ചിട്ടാണ് ഈ പ്രത്യേക കൃപയുള്ള അഭിഷിക്ത ദേവദാസനെ പരിചയപ്പെടാൻ ദൈവം അവസരം തന്നത്. ഒരുപാട് പരസ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ദേവദാസനാണ്. ഇങ്ങനെ കഴിഞ്ഞ മാസം ദേവദാസൻ എന്നെ ക്ഷണിച്ചു, ഇവിടെ വന്ന് ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് പ്രാർത്ഥന മുറിക്ക് പുറത്തു പോകാൻ എനിക്ക് ഒരു പരിശുദ്ധാത്മാവിന്റെ പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ വീടിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കരുത്. ചില വിഷയങ്ങളുടെ മുഖത്ത് എനിക്ക് പ്രാർത്ഥന ഒരു ഇന്നർ ചേമ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, ആ ദേവദാസനെ ക്ഷണിച്ചിട്ട് പോകുവാൻ നിനക്ക് സമയമായി, നീ പോകണം, അങ്ങോട്ട് വിളിച്ച് പറയണം, ഒരു ദിവസം നീ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ആ സഭയിൽ ചെല്ലണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സമയം ഒരു വിഷയമല്ല. അല്പം കൊണ്ടും അധികം കൊണ്ട് ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ 5 മിനിറ്റ് ഉള്ളെങ്കിൽ പോലും അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ഗ്ലോറിയും ഇറക്കാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, കാലം പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, കഴിഞ്ഞ ഒരാഴ്ച കാലം പരിശുദ്ധാത്മാവ് ഇടപെട്ട 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ആ സമയം തന്ന സമയം തക്കമായി ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, എല്ലാം വളരെ ഭംഗിയായി ചമയ്ക്കാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ, കാരണം ഈ ശുശ്രൂഷ എന്റെ അല്ല, കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മൾ വെറും ഒരു വെസലാണ്, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, കഴിഞ്ഞ രാത്രിയും എനിക്കൊരു മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വേണ്ടതുപോലെ ഇരുന്ന് ഹല്ലേലൂയ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇത് പ്രിപ്പയർ ചെയ്ത് പറയുന്ന ഒരു ശുശ്രൂഷയല്ല. ഹല്ലേലൂയ, ഇത് അകത്ത് നമ്മൾ നിക്ഷേപിച്ച് ഹല്ലേലൂയ, ഈ പശുവും ആടൊക്കെ ഇങ്ങനെ അയവർക്കം കണ്ടിട്ടില്ലേ? എല്ലാ ദിവസവും നമ്മൾ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ വചനം എടുത്ത് വായിക്കുമ്പോൾ ദൈവം ഏതോ ഒരു മീറ്റിംഗിന് വേണ്ടി നമ്മൾ ഒരുക്കുകയാണ്. ഹല്ലേലൂയ, ഇന്നത്തെ മീറ്റിംഗിന് വേണ്ടി ഇന്നലെയല്ല ഒരുക്കുന്ന, 1 മാസം മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കും. നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ സംസാരിച്ചു കൊടുക്കും. ബിസിയായ ഷെഡ്യൂൾസ് നമ്മുടെ മുമ്പിൽ കണ്ടേക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് മൃദുവായ ആ ശബ്ദത്തോടുകൂടി നിങ്ങളുടെ കാതുകളിലും നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലോട് സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഏറ്റവും മനോഹരമായ ശുശ്രൂഷകൾ ചെയ്യപ്പെട്ടത്, ഏറ്റവും തിരക്കേറിയ ശത്രുവിന്റെ ഹല്ലേലൂയ ചലഞ്ചസ് ഒരുപാട് നേരിടുന്ന ചില ശുശ്രൂഷകന്മാർ ഏറ്റവും മനോഹരമായും ഏറ്റവും ശക്തമായ ദൈവിക ശുശ്രൂഷകൾ ചെയ്തെടുത്ത ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും പല സാക്ഷ്യങ്ങളിലൂടെ. ഇതുപോലെ കാലം ഹല്ലേലൂയ, ഈ ശുശ്രൂഷയുടെ മുഖത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ കർത്താവേ. നമ്മുടെ ബുദ്ധി കൊണ്ടോ ഹല്ലേലൂയ അല്ല ഈ ശുശ്രൂഷ കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് കർത്താവേ, അടിയന്റെ ബുദ്ധി കൊണ്ട് ഒന്നും വേണ്ട. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ പകർച്ച, വലിയ ഹല്ലേലൂയ സാന്നിധ്യം ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ പാടിയ 3 പാട്ടുകളിലോട്ട് എന്റെ ശ്രദ്ധ തിരിഞ്ഞു. ഹല്ലേലൂയ, അതിൽ ആദ്യം പാടിയ പാട്ടുകൾ എന്തായിരുന്നു? അത്ഭുതം യേശുവിൻ നാമം. ഹല്ലേലൂയ, നിങ്ങൾക്കറിയോ, ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും തിരയുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് നാം പാർക്കുന്നത്. ഹല്ലേലൂയ, പുലേനത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന് സമയം ചോദിച്ച് അപ്പോയിന്റ്മെന്റ് ചോദിച്ച് ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ചർച്ചിന്റെ അകത്തൊരു അത്ഭുതം അടയാളം നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ക്ഷണിക്കുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ, ഒരുപാട് ശുശ്രൂഷകന്മാർ തിങ്ങിപ്പാർക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ലോർഡ്. അവിടെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പവർ അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ അകത്ത് വലിയൊരു അത്ഭുതം നിങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാനും
അത് പ്രതീക്ഷിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആത്മമണ്ഡലത്തിൽ ചില അഴിച്ചുപണികൾ നടക്കാൻ പോകുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചില അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ ഹല്ലേലൂയ ഇതിന്റെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ മഹത്വം പകർന്ന് നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളൊരു അത്ഭുതമായി മാറുവാനാണ് ഇന്ന് ദൈവത്തിന്റെ വചനം എടുത്ത് ഞാൻ ഹല്ലേലൂയ നിൽക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും. ഇന്ന് പാടിയ പാട്ട് ഒന്നുകൂടി പാടാമോ? 1-2 വരി ഒന്നുകൂടി പാടാമോ? അത്ഭുതമേശുവിൻ ഈ ഭൂമിയിലെ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്ന് കാണാം നമ്മുടെ ലോകത്ത് ഹല്ലേലൂയ ഈ തലമുറയിൽ തന്നെ കർത്താവിന്റെ രണ്ടാം വരവ് വരുമെന്ന് ഈ നടക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. പ്രവചനങ്ങളിൽ ഹല്ലേലൂയ കാണുന്ന പല സംഭവങ്ങളും നിവൃത്തിയായി കഴിഞ്ഞു. ഹല്ലേലൂയ. വെളിപ്പാടിൽ കാണുന്ന പല ഹല്ലേലൂയ അത്ഭുതങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളറിയോ കഴിഞ്ഞ ദിവസം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരു ചിപ്പ് വലിയൊരു ചർച്ചാ വിഷയമായി. ഹല്ലേലൂയ. പല ദൈവദാസന്മാർ ചിപ്പിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ ബോറിംഗ് ആയി തുടങ്ങി. പക്ഷെ വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ എലോൺ മസ്കും തന്റെ കൂട്ടരും വലിയ സയന്റിസ്റ്റ് വലിയൊരു കമ്പനി ഹല്ലേലൂയ ന്യൂറാലിങ്ക് എന്നുള്ള ചിപ്പ് എന്ത് ചെയ്തു? മനുഷ്യന്റെ തലയിൽ സർജറി ചെയ്ത് പിടിപ്പിക്കുക. ഹല്ലേലൂയ. കുരുടൻ കാഴ്ച പ്രാപിച്ചു തുടങ്ങി. കാണാൻ കഴിയാത്ത കുരുടൻ എന്ത് ചെയ്തു? കാഴ്ച കൊടുത്തു. ഹല്ലേലൂയ. തളർന്നു കിടക്കുന്ന പാരലൈസ്ഡ് കിടക്കുന്ന പേഷ്യന്റ് എന്ത് ചെയ്തു? എഴുന്നേൽക്കുക. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു? ടെക്നോളജി യൂസ് ചെയ്തിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഒന്നും കൂടി ആഴമായി പറഞ്ഞ അധർമ്മമൂർത്തി എന്ത് ചെയ്തു? നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അന്തിക്രിസ്തു ഹല്ലേലൂയ തന്റെ വാഴ്ച ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ഹല്ലേലൂയ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നു. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ മരുഭൂമിയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ കടന്നു വന്നപ്പോൾ ജനം എന്താ അന്വേഷിച്ചേ? ഒരു അത്ഭുതം അന്വേഷിച്ചു, അല്ലേ? ഒരു അടയാളം അന്വേഷിച്ചു. പോട്ടെ, ഒരു രോഗി എന്റെ അടുത്ത് വരുമ്പോ രോഗിക്ക് രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ ചികിത്സിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ലക്ഷണം കാണുക എന്ന് പറഞ്ഞാൽ എന്തോ അകത്തു വ്യാപരിക്കുന്ന ചിലതിന്റെ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ കാണുന്ന ലക്ഷണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് എന്ത് വേണമായിരുന്നു? അത്ഭുതങ്ങളും വേണമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊട്ടാരത്തിന്റെ അകത്ത് കുറെ ശക്തിയേറിയ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന വേറെ ചില ശക്തികൾ അവിടെ പാർത്തിരുന്നു. ഹല്ലേലൂയ. ഇതേ കൊട്ടാരത്തിൽ ആര് പാർത്തിരുന്നു? മോശ 40 കൊല്ലം പാർത്തിരുന്നതാണ്. ഹല്ലേലൂയ. സകല അത്ഭുതങ്ങളും ഇസ്രായേലിന്റെ എല്ലാ ചപ്പിടി വിദ്യകളും അവിടുത്തെ ആസ്ട്രോളജിസ്റ്റിനും ഫിലോസഫേഴ്സിന്റെയും മന്ത്രവാദികളുടെ സകല കാര്യങ്ങൾ ആർക്കറിയാം? മോശയ്ക്കറിയാം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ 40 കൊല്ലം കൊട്ടാരത്തില് ദൈവം മോശ എന്ത് കാണിച്ചു? ഇസ്രായേലിലെ സകല ആഭിചാരവും തന്ത്രവും മന്ത്രവും തന്നെ എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതിനുശേഷം 40 കൊല്ലം വീണ്ടും എവിടെ കൊണ്ടുപോയി ദൈവം? മരുഭൂമി കൊണ്ടുപോയി. ഹല്ലേലൂയ. മരുഭൂമി കൊണ്ടുപോയി എന്ത് പറ്റി? ദൈവം മരുഭൂമി കാണിച്ചു കൊടുത്തു. അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങളല്ല, അവിടെ കഷ്ടതയാണ് ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. തന്നെ ഒന്ന് പഠിപ്പിച്ച് വാർത്തെടുത്ത്. എന്താ കാര്യം എന്ന് അറിയോ? 6 ലക്ഷത്തി ശിഷ്ടം വരുന്ന ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ 40 കൊല്ലം നടത്താനുള്ളതാ. അതിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അത് കഴിഞ്ഞ് ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ അവിടെ നിന്ന് നമുക്ക് വിടുവിക്കാൻ എന്ത് ചെയ്യണം? കയ്യിൽ എന്ത് വേണം? ഒരു അത്ഭുതവും അടയാളം വേണം. ഹല്ലേലൂയ. ഇന്ന് പ്രവചിക്കുന്ന ദൈവദാസനുണ്ടെങ്കിൽ, അല്ലെ, ഇന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ ഹല്ലേലൂയ ദൈവം ഒരു ഗിഫ്റ്റ് എന്ത് ചെയ്തു? അവിടെ ഒബ്വിയസ്ലി കൂടും. ഹല്ലേലൂയ. മോശ എവിടെ എന്ത് ചെയ്തു? മോശ മരുഭൂമിയിൽ ഇങ്ങനെ ആടിനെ വെച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു ദൈവ തേജസ് എവിടെ കണ്ടു? ഹോരേബിൽ കണ്ടു. ഹല്ലേലൂയ. ഹോരേബിൽ ഒരു തേജസ് കണ്ടപ്പോ താൻ അവിടെ പോയപ്പോൾ മോശയെ കണ്ടു. ഇസ്രായേൽ മക്കൾ എന്നെ വിശ്വസിക്കുമോ? വിശ്വസിക്കുന്ന എന്ത് ചെയ്യണം? ഞാനൊരു അത്ഭുതം
അടയാളം കാണിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നടക്കുന്ന ആഭിചാരത്തെ തകർക്കാൻ തക്കത്തിലുള്ള ഒരു ശക്തി എന്നിൽ പകരപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ നാളുകളായി തകർക്കുന്ന ആഭിചാരത്തെയും തന്ത്രത്തെയും വാഴുവാനുള്ള വാഴ്ചയുടെ ഒരു ശക്തി